എ തന്നിട്ടുണ്ട്, ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ പ്ലസ് എ ഈക്വൽസ് ഐ മൈനസ് എ ടൈംസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ആണെന്ന് കാണിക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഐ പ്ലസ് എ ചെയ്തു നോക്കാം. ഓക്കെ, ഐ പ്ലസ് എ എന്താണ്? ഐ പ്ലസ് എ എൽ എച്ച് എസ്. ഓക്കെ, എൽ എച്ച് എസ് ഐ പ്ലസ് എ എന്താ സൂചിപ്പിക്കുന്നത്? ഐ പ്ലസ് എ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, ഓർഡർ 2. സോ 1 0 0 1 ആണ്. പ്ലസ് എ നമുക്ക് ചെയ്യുമ്പോൾ ഐ 1 പ്ലസ് 0 1 0 പ്ലസ് മൈനസ് ടാൻ ആൽഫ ബൈ 2 മൈനസ് ടാൻ ആൽഫ ബൈ 2. ഓക്കെ, ഇവിടെ എന്ത് കിട്ടും? ടാൻ ആൽഫ ബൈ 2 തന്നെ ആയിരിക്കും. ഇവിടെ 1 0 പ്ലസ് 1 1 ആയിരിക്കും. ഇനി അടുത്ത് എന്തും കൂടെ കണ്ടുപിടിക്കാം? ഐ മൈനസ് എയും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, എന്ത് കണ്ടുപിടിക്കാം? ഐ മൈനസ് എ. ഐ മൈനസ് എ എന്താണ് കാണിക്കുന്നത്? ഐ മൈനസ് എ എന്ന് പറയുന്നത് നമ്മൾ ഈ മെട്രിക്സ് ആണ്. സോ ഐ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 1 0 0 1. സോ 1 മൈനസ് 0 1 0 മൈനസ് മൈനസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 0 മൈനസ് ടാൻ ആൽഫ ബൈ 2 മൈനസ് ടാൻ ആൽഫ ബൈ 2 1 മൈനസ് 0 1. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യുക? ഇതുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഐ മൈനസ് എ ടൈംസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. സോ നമുക്കിവിടെ ഇത് ആ ഒരു മോഡലിലോട്ട് നമുക്ക് എഴുതാൻ നിൽക്കാം. ഓക്കെ, ഇതെങ്ങനെ വരും? ഈക്വൽ ടു 1 ടാൻ ആൽഫ ബൈ 2 മൈനസ് ടാൻ ആൽഫ ബൈ 2 1 ടൈംസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നോക്കിക്കേ, 1 ടൈംസ് കോസ് ആൽഫ ടൈംസ് പ്ലസ് ടാൻ ആൽഫ ടൈംസ് സൈൻ ആൽഫ. സൈൻ ആൽഫയെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ആൽഫയെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് എന്ത്? സൈൻ ആൽഫയെ നമുക്ക് സൈൻ ആൽഫ ഈക്വൽ ടു സൈൻ ആൽഫ is nothing but 2 sin alpha by 2 cos alpha by 2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ ടാൻ ആൽഫ ബൈ 2 എന്താണ്? ടാൻ ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സോ ടാൻ ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് എന്ത് വരും? സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ടൈംസ് എന്ത് വരും? സൈൻ ആൽഫയ്ക്ക് വരെ എന്ത് എഴുതാം? 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, ഇനി അടുത്ത് മൈനസ് സൈൻ ആൽഫ. ഓക്കെ, സോ നമുക്ക് അടുത്ത ടൈം എങ്ങനെ വരും? അപ്പൊ നമുക്ക് ഇത് ഇവിടെ താഴോട്ട് എഴുതാമേ. ഇവിടെ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ മാത്രമായിട്ട് ഇവിടെ എഴുതാം, എന്നിട്ട് എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് താഴോട്ട് എഴുതാം. അപ്പൊ ഇതെങ്ങനെ വരും? ജസ്റ്റ് ഒന്ന് എഴുതാം. കോസ് ആൽഫ മൈനസ് ടാൻ ആൽഫ ബൈ 2 സൈൻ ആൽഫ. ഓക്കെ, മൈനസ് അല്ല പ്ലസ് ആണ്. ഓക്കെ, അടുത്തിനി എന്താണ്? മൈനസ് സൈൻ ആൽഫ പ്ലസ് ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ. ഓക്കെ, അടുത്ത എങ്ങനെ വരും? മൈനസ് ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ. ഓക്കെ, അടുത്ത് മൈനസ് സൈൻ ആൽഫ. മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. സോ സൈൻ ആൽഫ ടാൻ ആൽഫ ബൈ 2 പ്ലസ് എന്ത് വരും? കോസ് ആൽഫ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ഇവിടെ വരുമ്പോ എങ്ങനെ വരും? നോക്കിക്കേ. സോ കോസ് ആൽഫ ടാൻ ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2 അത് നമുക്ക് അങ്ങനെ എഴുതാം. എന്നിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യുന്ന കോസ് ആൽഫയും ക്യാൻസൽ ചെയ്യും. 2 സൈൻ
ആൽഫ സ്ക്വയർ ബൈ 2 എന്നുള്ള മോഡലിൽ വരും. ഓക്കെ, കോസ് ആൽഫ നമുക്കറിയാം കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. ഓക്കെ, അപ്പൊ കോസ് ആൽഫ എങ്ങനെ എഴുതാം? കോസ് ആൽഫ ഈക്വൽസ് 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ആണ്. നമുക്ക് അത് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? കോസ് ആൽഫ എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 പ്ലസ് ഇവിടെ എങ്ങനെ വരും? സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, സൈൻ ആൽഫ എങ്ങനെ എഴുതാം? ഇൻറ്റു 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോകും? കോസ് ആൽഫയും വെട്ടിപ്പോകും. ഓക്കെ, അവിടെ -2 ഉണ്ട്. സോറി. ഓക്കെ, കോസ് ആൽഫ ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ആണ്. സോ ഇവിടെയും 2 ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫ ഉണ്ട്. ഇവിടെ -2 സൈൻ സ്ക്വയർ ആൽഫ ഉണ്ട്. സോ 1 മൈനസ് -2 സൈൻ സ്ക്വയർ ആൽഫയും പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫയും ക്യാൻസൽ ആയി പോയിട്ട് എന്ത് കിട്ടും? 1 നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഇനി അടുത്ത് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ ആൽഫ. മൈനസ് സൈൻ ആൽഫയ്ക്ക് വരും നമുക്ക് എന്ത് എഴുതാം? സൈൻ ആൽഫയ്ക്ക് വരും 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. സോ മൈനസ് സൈൻ ആൽഫയ്ക്ക് വരും എന്ത് എഴുതാം? -2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, ഇനി അടുത്ത് പ്ലസ് ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. ഓക്കെ, ടൈംസ് ഓക്കെ അകത്തോട്ട് എന്തുണ്ട്? കോസ് ആൽഫ. കോസ് ആൽഫയ്ക്ക് നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ഉണ്ട്. അതുപോലെ കോസ് ആൽഫയ്ക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട്. എന്താണ്? കോസ് ആൽഫ ഈക്വൽ ടു 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 മൈനസ് 1 ഉണ്ട്. ഓക്കെ, കാരണം നമുക്കിവിടെ സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. അപ്പോൾ കോസ് വെട്ടിപ്പോകണമെങ്കിൽ അവിടെ കോസ് സ്ക്വയർ ആൽഫ ബൈ 2. അപ്പോൾ കോസ് സ്ക്വയർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആളെ വേണം എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ജസ്റ്റ് ഇവിടെ എന്ത് വരും? 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 മൈനസ് 1 വരും. ഈ ടാനിനെ നമുക്ക് എന്ത് ചെയ്യാം? അകത്തോട്ടെടുക്കാം. ഞാൻ അതും കൂടെ ചേർത്ത് ഇവിടെ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടാൻ അകത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? -1. അപ്പോൾ ഇവിടെയും ടാൻ മൾട്ടിപ്ലൈ ചെയ്യാം, അവിടെയും ടാൻ മൾട്ടിപ്ലൈ ചെയ്യാം. ടാനിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, സോ സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 മൈനസ് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ടാൻ ആൽഫ ബൈ 2 തന്നെ എഴുതാം, കാരണം അത് സെപ്പറേറ്റ് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോകും? കോസ് ആൽഫ ബൈ 2ഉം ഇവിടുത്തെ കോസ് സ്ക്വയറിൽ നിന്ന് ഒരു കോസും വെട്ടിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 കോസ് ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ -2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഉണ്ട്. അതും ക്യാൻസൽ ആയി പോയി. എന്നിട്ട് എന്ത് ബാക്കിയാകും? മൈനസ് ടാൻ ആൽഫ ബൈ 2 ബാക്കിയാകും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തിനി എന്താ ഉള്ളത്? നമുക്കിനി അടുത്ത് നോക്കാം. ഇവിടെ മൈനസ് ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ. ഇവിടെ നമുക്ക് സെയിം ഇതേ മോഡലിന് തന്നെയാണ്. ഓക്കെ, മൈനസ് നോക്കിക്കേ, ടാൻ ആൽഫ ബൈ 2 കോസ് ആൽഫ. അതെന്താ എഴുതിയത്? 2 സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2 മൈനസ് ടാൻ ആൽഫ ബൈ 2. അതിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാകും? മൈനസ് സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2 ടൈംസ് 2 കോസ് സ്ക്വയർ ആൽഫ ബൈ 2. ഓക്കെ, ഇവിടെ നമുക്കുള്ള സെയിം സാധനം, അതേ സാധനമാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ അതിനെന്താണ്? ഒരു നെഗറ്റീവ് ആണുള്ളത്. സോ അതിൻ്റെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ചിഹ്നങ്ങൾ മാറ്റി എഴുതാം. ഓക്കെ, പ്ലസ് ടാൻ ആൽഫ ബൈ 2. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? പ്ലസ് സൈൻ ആൽഫ ബൈ 2. സൈൻ ആൽഫ എങ്ങനെ എഴുതാം? 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. അപ്പോൾ പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, അടുത്ത് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ആൽഫ ടാൻ ആൽഫ ബൈ 2. അതല്ലേ ഇത്? ഇവിടെ അതെങ്ങനെയാ വന്നേ? സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ടൈംസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ടൈംസ് സൈൻ ആൽഫ ബൈ 2 ബൈ കോസ് ആൽഫ ബൈ 2. ഓക്കെ, പ്ലസ് എന്തുണ്ട്? കോസ് ആൽഫ എങ്ങനെ എഴുതാന്നാ പറഞ്ഞേ? 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2. സോ പ്ലസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് എഴുതാം.
അപ്പോൾ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആയി പോകും നോക്കിക്കേ. ഇവിടെ നിന്ന് കോസ് ആൽഫ ബൈ 2ഉം കോസ് സ്ക്വയറിന്നൊരു ഇതും വെട്ടിപ്പോകും. അതുപോലെ ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോകും? കോസ് ആൽഫ ബൈ 2ഉം കോസ് ആൽഫ ബൈ 2ഉം ക്യാൻസൽ ആയി പോകും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? അത് നമുക്ക് അടുത്തൊരു സ്ലൈഡിലായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ഇവിടെ നമ്മൾ RHS ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു സ്ലൈഡിൽ നമുക്കത് എഴുതാം. സോ നമ്മളുടെ ഇതാണ്. സോ നമ്മളുടെ ഇവിടെ എന്താണുള്ളത്? RHS. ഒരു കാര്യം ഞാൻ ജസ്റ്റ് അവന് ഇങ്ങോട്ടൊന്നും എടുത്ത് പേസ്റ്റ് ചെയ്യാം കേട്ടോ. RHS ഇംപ്ലൈസ് RHSൽ എഴുതിക്കൊണ്ടിരിക്കുന്ന RHS ഇംപ്ലൈസ് എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? അത് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. സോ നമുക്കിപ്പം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്കൊന്ന് കോപ്പി ചെയ്തിട്ട് അപ്പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ ഇവിടെ RHS നമുക്ക് RHS കിട്ടിയ എന്താണ്? ഈ ഒരു സാധനമാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാം. എങ്ങനെ വരും? ഈക്വൽ ടു ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോയി? കോസ് ആൽഫ ബൈ 2ഉം കോസ് ആൽഫ ബൈ 2ഉം വെട്ടിപ്പോയി. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്, 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. അടുത്ത് ഇവിടെ എന്താണ് നോക്കിക്കേ. ഇവിടെ നമുക്ക് കിട്ടും -2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 ഉണ്ട്, കോസ് ആൽഫ ബൈ 2 ഉണ്ട്. കൂട്ടത്തിൽ എന്തുണ്ട്? മൈനസ് ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. അടുത്ത് ഇവിടെ എന്താ ഉള്ളത്? നമുക്ക് നോക്കിയാൽ അറിയാം. കോസ് സ്ക്വയറും കോസും വെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സോ -2 കോസ് ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2. സോ -2 കോസ് ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2 പ്ലസ് എന്തുണ്ട്? പ്ലസ് ഇവിടെ ഈ സാധനം ഉണ്ട്. അതെന്താണ്? പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഉണ്ട്. പ്ലസ് ടാൻ ആൽഫ ഉണ്ട്, ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. അടുത്ത് ഇപ്പുറത്ത് എന്താ ഉള്ളത്? 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്, ആൽഫ ബൈ 2 ഉണ്ട്. പ്ലസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോകും നോക്കിക്കേ. -2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ഉം പ്ലസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ഉം ക്യാൻസൽ ആകും. അതുപോലെ ഇവിടെ നിന്ന് ഏതൊക്കെ വെട്ടിപ്പോകും? -2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2ഉം പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2ഉം ക്യാൻസൽ ആയി പോകും. ഇവിടെ അതുപോലെ ഏതൊക്കെ ക്യാൻസൽ ആയി പോകും? -2 കോസ് ആൽഫ ബൈ 2 സൈൻ ആൽഫ ബൈ 2 പ്ലസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ക്യാൻസൽ ആകും. ഇവിടെ നിന്ന് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ഉം -2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2ഉം ക്യാൻസൽ ആകും. ബാക്കി എന്തൊക്കെയാ ഉള്ളത്? ഈക്വൽ ടു നോക്കിക്കേ 1 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? മൈനസ് ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത് കുറച്ച് നീക്കി എഴുതാം. ഓക്കെ, മൈനസ് ടാൻ ആൽഫ ബൈ 2 ഉണ്ട്. ഇവിടെ എന്താ ബാക്കിയുള്ളത്? ടാൻ ആൽഫ ബൈ 2 ബാക്കിയുണ്ട്. ഇവിടെ എന്താ ബാക്കിയുള്ളത്? 1. ഓക്കെ, നോക്കിക്കേ. അപ്പം നമുക്ക് RHS സോൾവ് ചെയ്ത് തന്നപ്പോൾ എന്ത് കിട്ടി? 1 മൈനസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 1 കിട്ടി. ഇതാണോ നമ്മളുടെ LHSൽ നമുക്ക് ഇവിടെ കിട്ടുന്നത്? I+A എന്ന് പറയുന്ന. സോ നമുക്ക് അതിന് LHSന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 നോക്കുമ്പോൾ നമുക്ക് LHS എന്തെന്നാ കിട്ടിയേ? 1 മൈനസ് ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 1. സെയിം അല്ലേ നമുക്ക് ഇവിടെ RHSും കിട്ടിയിരിക്കുന്നത്? യെസ്. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2 LHS ഈക്വൽസ് RHS എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? നമ്മളിവിടെ ജസ്റ്റ് ആദ്യം LHS എടുത്തു. LHS നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? RHS എടുത്തു. RHS നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ RHSൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു. ആദ്യം I-A കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതാണ് നമ്മുടെ RHS. സോ RHS ഇംപ്ലൈസ്. ഓക്കെ, RHS എന്താ പറഞ്ഞത്? I-A ടൈംസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ആവശ്യമുള്ള നമ്മൾ യൂസ് ചെയ്ത ഫോർമുലാസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്തൊക്കെ ഫോർമുലാസ് ആണ് ട്രിഗണോമെട്രിയിൽ +1 പഠിച്ചിട്ടുള്ള ഏതൊക്കെ ഫോർമുലാസ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫോർമുലാസ് അപ്ലൈ ചെയ്തു. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു?
എന്നിട്ട് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് നമ്മൾ എത്തിയപ്പോൾ നമുക്ക് എന്തിലോട്ടെത്തി 1 മൈനസ് ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇതെന്താണ്? നമ്മളുടെ LHS ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? LHS ഈക്വൽസ് RHS എന്ന് നമുക്ക് പറയാൻ പറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്തത് നമ്മളുടെ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആണ്. A trust fund has 30,000 rupees that must be invested in two different types of bonds. The first bond pays 5% interest per year and the second bond pays 7% interest per year. Using matrix multiplication, determine how to divide 30,000 rupees among the two types of bonds. If the trust fund must obtain an annual interest of 1,800, 2,000. അപ്പോൾ ആദ്യം 1,800 വരാൻ വേണ്ടി എത്രയാണ് വരേണ്ടത്, അടുത്ത് 2,000 വരാൻ വേണ്ടി എത്രയാണ് വരേണ്ടത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പി വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഇനിഷ്യൽ വാല്യൂ 1 x ആണെങ്കിൽ അടുത്ത് എത്രയായിരിക്കും? 30,000 മൈനസ് എക്സ് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ഇയർ എത്രയാണ്? നമ്പർ ഓഫ് ഇയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ അതിന് വലിയ റോളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്? ഇൻട്രസ്റ്റിന്റെ ഫോർമുല I ഈക്വൽസ് PNR by 100. I ഈക്വൽസ് എന്താണ്? PNR by 100. അതിൽ N 1 ആണ്. സോ നമുക്ക് അതൊന്നും വലിയ ബാധകമില്ല. PR by 100. ഓക്കെ, PR by 100 ആണ് നമ്മളുടെ ഫോർമുല. അപ്പൊ ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? പ്രിൻസിപ്പൽ വാല്യൂവും റേറ്റും തമ്മിലുള്ള നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അത് ഈക്വൽ ടു I ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് അത് വെച്ചൊരു മെട്രിക്സ് ഫോം ചെയ്യാം. നമ്മളുടെ പ്രിൻസിപ്പൽ വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്കറിയാം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സെയിം ആൾക്കാർ എങ്ങനെയാണോ വരുന്നത് അത് കറക്റ്റ് പ്ലേസിംഗിൽ വരിക. ഓക്കെ, സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആൾക്കാർ എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂസ് ആണ്. സോ പ്രിൻസിപ്പൽ വാല്യൂസ് ഏതൊക്കെയാണ് ഇവിടെ? ആദ്യത്തേത് എക്സ് ആയിട്ട് എടുത്താൽ മൊത്തത്തിൽ 30,000 ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ എക്സ് ആയിട്ട് എടുത്താൽ രണ്ടാമത്തെ എത്രയാണ്? 30,000 മൈനസ് എക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? നമ്മളിവിടെ ഇത് നമുക്ക് 30,000 മൈനസ് എക്സ് ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ വരുന്നത് 2 കേസസ് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻട്രസ്റ്റ് 1 വരുന്നതും വരുന്നുണ്ട്, 2 വരുന്നതും വരുന്നുണ്ട്. അപ്പൊ 2 കേസസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തേലും എക്സ് 30,000 മൈനസ് എക്സ് വരുന്നുണ്ട്. രണ്ടാമത്തേൽ എന്ത് വരും? വൈ 30,000 ആണ് മൈനസ് വൈ വരും. ഓക്കെ, സോ ഇത് ഇവിടെ എന്താണ്? ഇത് നമ്മളുടെ ബോണ്ട് 1 ബോണ്ട് 2 ബോണ്ട് 1 ബോണ്ട് 2. ഓക്കെ അല്ലേ? നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം മൾട്ടിപ്ലിക്കേഷനിൽ നമുക്കറിയാം നമ്മളുടെ റോ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? കോളം. സോ റോയിലുള്ള എലമെന്റ്സ് ഓരോ കോളത്തിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരെടുത്ത് നമ്മൾ മാച്ച് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ റോയുമായിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരേ സാധനം വരുന്നത് കറക്റ്റ് ആദ്യത്തേൽ കോളമായിട്ട് എഴുതുക, രണ്ടാമത്തേൽ റോ ആയിട്ട് എഴുതുക. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റത്തെ ഇൻട്രസ്റ്റ് വരാനുള്ള കേസിലാണ് നമ്മൾ പറഞ്ഞത് എക്സ് ആണ് ബോണ്ട് 1 കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ 30,000 മൈനസ് എക്സ് ആയിരിക്കും ബോണ്ട് 2 കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ എത്രയാണ്? 2 കേസിന് സെയിം വരുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 5/100 മറ്റെന്താണ്? 7/100. ഓക്കെ, ഇത് നമുക്കറിയാം ബോണ്ട് 1 ബോണ്ട് 2. ഓക്കെ, കറക്റ്റ് എടുത്ത് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ബോണ്ട് 1 ബോണ്ട് 1 ആയിട്ട് ബോണ്ട് 2 ആയിട്ട് കറക്റ്റ് നമുക്ക് മാച്ചിങ് ആകും. ഓക്കെ, എന്നിട്ട് അവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? നമ്മളുടെ ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് പ്ലസ് സെക്കൻഡ് ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് കൂട്ടുമ്പോഴാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. ആദ്യത്തെ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് എത്രയാ? 1,800. ഓക്കെ, രണ്ടാമത്തെ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് എത്രയാ? 2,000. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് ടൈംസ് 5/100. സോ 5x/100. ഓക്കെ, പ്ലസ് എന്ത് കിട്ടും? 30,000 മൈനസ് എക്സ് ടൈംസ് 7/100. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 2,10,000. ഓക്കെ, 4 0. അടുത്ത് മൈനസ് 7x/100. അടുത്ത് ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5y/100 പ്ലസ് 5 ടൈംസ് 30,000 എത്ര വരും?
1,50,000 മൈനസ് സോറി 7 കൊണ്ടല്ലേ ചെയ്യേണ്ടത്, മാറിയതാണ്. ഒറ്റ മിനിറ്റ്. ഇവിടെ നമുക്ക് സെയിം മോഡൽ തന്നെ വരും. 2,10,000 മൈനസ് 7y/100 ഈക്വൽസ് എന്ത് വരും? 1,800 2,000. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാം? 5x മൈനസ് 7x മൈനസ് 2x/100 മൈനസ് 2x ഇത് ബൈ 100 ഇല്ലേ? സോറി, ബൈ 100 ഉണ്ട്. നമുക്കിവിടെയും ബൈ 100 ഉണ്ട്. ഓക്കെ, അത് ക്യാൻസൽ ചെയ്ത് കളയില്ലേ? 2 zeros 2 zeros 2 zeros 2 zeros ക്യാൻസൽ ആയി പോകും കേട്ടോ. സോ മൈനസ് 2x/100 പ്ലസ് 2,100. താഴത്തെ എങ്ങനെ വരും? 5y മൈനസ് 7y മൈനസ് 2y/100 പ്ലസ് 2,100. രണ്ടും ഒരേ മോഡലിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, കാരണം ഇവിടെയും സെയിം രീതിക്കാണ് അത് കിടക്കുന്നത്. എക്സിന്റെ സ്ഥാനത്ത് y വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു എന്ത് വരും? 1,800 2,000. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ കേസായിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ കേസിൽ എന്താണ്? 5% ഇൻട്രസ്റ്റും 7% ഇൻട്രസ്റ്റും വെച്ച് 1,800 വരുമ്പോൾ എത്ര വരും? അടുത്തത് 2,000 വരുമ്പോൾ, ഇൻട്രസ്റ്റ് 2,000 വരുമ്പോൾ ഓരോ ബോണ്ടിലും എത്ര വെച്ചായിരിക്കും നമ്മൾ ഇടേണ്ടത് എന്നുള്ള കേസുകൾ നോക്കാം. അതിനായിട്ട് നമ്മളിതാ ഇവിടെ കണ്ടുപിടിച്ച് വെച്ച മെട്രിക്സ് ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു മെട്രിക്സ് നമുക്ക് എഴുതി വെക്കാം. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് വാല്യൂ എന്താ സൂചിപ്പിക്കുന്നു? ആദ്യത്തെ ഇട്ടിട്ടുള്ള ഫസ്റ്റത്തെ കേസിൽ ഫസ്റ്റ് ബോണ്ട് 1,800 കിട്ടുന്നതിൽ ഫസ്റ്റ് ബോണ്ടിൽ എത്രയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എ, ഇനി നമ്മൾ എ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തത്? കഴിഞ്ഞ ഇതിൽ നമ്മൾ ചെയ്തത് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് എ ക്വസ്റ്റ്യൻ എന്താണ്? 1,800 വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാ? മൈനസ് 2x/100 പ്ലസ് 2,100 ഈക്വൽസ് 1,800. ഓക്കെ, അതാണ് എയുടെ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? 2,100 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2x/100 ഈക്വൽസ് 1,800 മൈനസ് 2,100 which is nothing but minus 300. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് x ഈക്വൽ ടു എന്ത് പറയാം? മൈനസ് 300 ടൈംസ് 100 ബൈ മൈനസ് 2. നെഗറ്റീവും നെഗറ്റീവും ക്യാൻസൽ ആയി പോകും. 300 ടൈംസ് 100 എന്താകും? 30,000 വരും. 30,000/2 എന്താണ്? 15,000 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സ് 15,000 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ബോണ്ട് 1. ഓക്കെ, ഇൻട്രസ്റ്റ് 1,800 ആകുമ്പോൾ ബോണ്ട് 1ലിട്ട പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 15,000 ആണ്. ബോണ്ട് 2ലിട്ട എത്രയായിരിക്കും? ബോണ്ട് 2ലിട്ട കിട്ടാൻ വേണ്ടി നമ്മൾ മൊത്തം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് 30,000 ആണ്. അപ്പോൾ അതിൽ ബോണ്ട് 1ല് 15,000 ആണെങ്കിൽ ബോണ്ട് 2ൽ എത്രയായിരിക്കും? അതും 15,000 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് കേസ് നമ്മൾ നോക്കാൻ വേണ്ടി പോയാണ്. സെക്കൻഡ് കേസ് നോക്കാൻ വേണ്ടി ഏതെടുക്കണം? മൈനസ് 2y/100 പ്ലസ് 2,100 ഈക്വൽ ടു 2,000 എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസ് നോക്കാൻ വേണ്ടി മൈനസ് 2y/100 പ്ലസ് 2,100 ഈക്വൽസ് 2,000 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? മൈനസ് 2y/100 ഈക്വൽസ് 2,000 മൈനസ് 2,100 which is nothing but minus 100. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 100. So y equals minus 100 times 100 by minus 2. Negative 2 cancel ആയി പോകും. 100 times 100 എന്ന് പറയുന്നത് 10,000 ആണ്. 10,000/2 എന്താണ്? 5,000. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് y വാല്യൂ 5,000 കിട്ടിയോണ്ട് നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് കേസിൽ, അതായത് ഇൻട്രസ്റ്റ് 2,000 വരുന്ന കേസിൽ ബോണ്ട് 1ല് നമ്മൾ കൊടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 5,000 ആണ്. അതേസമയം ബോണ്ട് 2ൽ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? 30,000 മൈനസ് 5,000 എത്ര വരും? 25,000. ഓക്കെ, അപ്പോൾ നമ്മളിത് കിട്ടാൻ വേണ്ടി നമ്മളുടെ സിറ്റുവേഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ആദ്യം ഒരു മെട്രിക്സ് രൂപത്തിലോട്ട് എഴുതി. നമുക്കറിയാം
ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി ആർ ബൈ 100 ആണ്. പി ടൈംസ് ആർ ബൈ 100 ആണ്. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂസ് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതി, റേറ്റ് വേറൊരു മെട്രിക്സ് ആയിട്ട് എഴുതി. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്തായിട്ട് എഴുതി? ഇൻട്രസ്റ്റിന്റെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനില് നമ്മൾ റോസിനെ കോളം ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ആ റോസിൽ ഓരോ എലമെന്റ് ആയിരിക്കണം ബോണ്ട് 1 ബോണ്ട് 2, അടുത്ത കോളത്തിൽ ഓരോ എലമെന്റ് ആയിരിക്കണം ബോണ്ട് 1 ബോണ്ട് 2. ആ രീതിക്ക് വേണം നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ കിട്ടി. അതിലെ ഫസ്റ്റത്തെ എലമെന്റുകൾ, അതായത് എക്സ് വാല്യൂ കറസ്പോണ്ട് ചെയ്യുന്ന എലമെന്റ്സ് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ഫസ്റ്റത്തെ കേസിൽ നമ്മുടെ 1800 ഇൻട്രസ്റ്റ് ആയിട്ട് വരുമ്പോൾ ബോണ്ട് 1ലുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതുപോലെ y കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് സെക്കൻഡ് എലമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് 2000 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ബോണ്ട് 1ൽ കൊടുത്ത എലമെന്റ് എത്രയാണ്, ബോണ്ട് 1ൽ കൊടുത്ത എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ സോൾവ് ചെയ്തെടുത്തു. നമുക്കപ്പോൾ ബോണ്ട് 1ഉം ബോണ്ട് 2ഉം കിട്ടി. അതുപോലെ സെക്കൻഡ് കേസിലെയും ബോണ്ട് 1 ബോണ്ട് 2ലും എടുത്ത പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടി. ഇനി അടുത്ത ചോദ്യം, അടുത്തത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. ദ ബുക്ക് ഷോപ്പ് ഓഫ് എ പർട്ടിക്കുലർ സ്കൂൾ ഹാസ് 10 dozen chemistry books, 8 dozen physics books, 10 dozen economics books. Their selling price are 80, 60 and 40 each respectively. Find the total amount of the bookshop will receive from selling all the books using matrix algebra. Matrix algebra ഉപയോഗിച്ച് ഫുൾ ബുക്കും വിറ്റാൽ എത്ര വരും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം നമുക്കറിയാം എന്താണ്, ബുക്സുകളുടെ ഇത് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ആ റോയിലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തത് എന്തായിട്ട് എടുക്കാം? ഫസ്റ്റത്തെ മെട്രിക്സ് എന്തായിട്ട് എടുക്കാം? ബുക്ക് ഷോപ്പിലെ ബുക്സുകളുടെ എണ്ണം. ഓക്കെ, സോ നമുക്കറിയാം ബുക്സ്, നമ്പർ ഓഫ് ബുക്സ് ടൈംസ് എന്താണ്? പ്രൈസ് ആണെന്ത്? ടോട്ടൽ എമൗണ്ട് എന്ന് നമുക്കറിയാം. ആദ്യത്തെ മെട്രിക്സ് എന്തായിരിക്കണം? നമ്പർ ഓഫ് ബുക്സിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം. അതിൽ ബുക്സ് എന്താണെന്നുള്ള ഓരോന്നും ഡസൻ ആണ്. ഒരു ഡസൻ എന്ന് പറയുമ്പോൾ എത്ര ബുക്സ് ആയിരിക്കും? 12 ബുക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 12 മൊത്തത്തിൽ ആ മെട്രിക്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ഓരോന്നും, അപ്പൊ നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ ഒറ്റ റോ മാത്രമേ വരത്തുള്ളൂ. ഏതൊക്കെ ഇരിക്കും? 10 dozen കെമിസ്ട്രി. ഓക്കെ, അപ്പൊ ഇവിടെ കെമിസ്ട്രി. ഓക്കെ, അടുത്ത് എന്താണ് വരുന്നത്? ഫിസിക്സ്, എക്കണോമിക്സ്. ആ ഒരു മോഡലിലാണ്. ഓക്കെ, അപ്പം അതായത് നമ്മൾ ആ റോയിലുള്ള ഓരോന്നും ആയിരിക്കണം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരേണ്ടത്. ഓക്കെ, സോ 10 കെമിസ്ട്രി ബുക്സ്, 8 dozen ഫിസിക്സ്, 10 dozen എക്കണോമിക്സ്. ഇനി അടുത്തതിൽ വരുമ്പോൾ പ്രൈസ് വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആൾ വരുമ്പോൾ നേരെ തിരിച്ച് ഇതായിരിക്കണം നമ്മളെ സബ്ജക്ട്സ്. ഓക്കെ, ഇവിടെ നമ്മൾ കോളമാണ് സബ്ജക്റ്റ് ആയിട്ട് എടുത്തത്, ഇപ്പുറത്ത് റോ ആയിരിക്കണം സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നേരെ താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് ഫിസിക്സ് അല്ല, ആദ്യം കെമിസ്ട്രി അല്ലേ. അപ്പൊ ഇത് കെമിസ്ട്രിയുടെ പ്രൈസ്, ഇത് നമ്പർ ഓഫ് ബുക്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതെന്തായിരിക്കും? പ്രൈസ്. ഓക്കെ, അപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, എക്കണോമിക്സ് ആ ഒരു മോഡലിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. കെമിസ്ട്രിയുടെ എമൗണ്ട് എത്രയാ? 80. ഫിസിക്സിന്റെ എമൗണ്ട് എത്രയാ? 60. എക്കണോമിക്സിൻ്റെത് 40. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഈ 12 മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാം കെ എ ടൈംസ് ബി എന്ന് പറയുന്നതും കെ ടൈംസ് എ ബി എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. സോ നമുക്ക് ആദ്യം എ ബി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 12 മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പൊ എങ്ങനെ വരും? 12 അവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്? 1 times 3 ആണ്, ഇത് 3 times 1 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? 1/1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് എങ്ങനെ വരും നോക്കിക്കേ. 10 times 80, 800. 8 times 60, 480. 10 times 40, 400. ഓക്കെ, സോ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈക്വൽസ് ടോട്ടൽ എമൗണ്ട് ആണ്. ടോട്ടൽ എമൗണ്ട് ഈക്വൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ 12 times എന്ത് വരും? നോക്കിക്കേ, 800 plus 800, 1680. 1680 ആണ് വരുന്നത്. ഓക്കെ, 800, 480, 400. സോ 800 plus 800 എന്താകും? 1680 ഉണ്ട്. സോ 1680 വരും. ടൈംസ് 12 എത്ര വരും? 1680
80 times 12. 0, 16, 1, 76, 12, 13, 1, 2, 3. 0, 8, 6, 1. Okay, 0, 6, 11, 1, 7, 10, 1, 2. Okay, so amount എത്ര വരുന്നേ 20,160 rupees. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി? നമ്മൾ ബുക്സ് നമുക്കറിയാം ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബുക്സ് ടൈംസ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബുക്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇത് ഓരോന്നും ഡസൺ ആയതുകൊണ്ട് ടൈംസ് 12 എന്തായാലും ചെയ്യണം. ഓക്കെ, സോ ഓരോ എത്ര ഡസൺ ഉണ്ട് ടൈംസ് 12. അടുത്ത പ്രൈസ് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? KAB ഫോമിലാണ് കിടക്കുന്നത്. സോ A ടൈംസ് B ചെയ്തിട്ട് K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതിയാകാം. സോ നമ്മൾ A ടൈംസ് B ചെയ്തു, വാല്യൂ കിട്ടി, എന്നിട്ട് അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. അടുത്തത്, assume X, Y, Z, W and P are matrices of order 2 by N, 3 by K, 2 by P, N by 3 and P by K respectively. അപ്പോൾ ഏതൊക്കെയാണ് മെട്രിക്സ് ജസ്റ്റ് ഒന്ന് എഴുതിയാണ്. ഇത് എക്സിന്റെ ഓർഡർ ആണ്, ഇത് വൈയുടെ ഓർഡർ ആണ്, ഇത് സെഡിന്റെ ഓർഡർ ആണ്, W ആണ്, P ആണ്. ഓക്കെ, ആ ഒരു ഓർഡറിലാണ് കിടക്കുന്നത്. ദെൻ റെസ്ട്രിക്ഷൻസ് ഓൺ N, K, P so that PY plus WY will be defined are. ഓക്കെ, ഇതിന് നമുക്ക് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് കൊടുത്താൽ PY പ്ലസ് WY എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം PY നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം, പ്ലസ് WY. ഓക്കെ, പിയുടെ ഓർഡർ എന്താണ്? പിയുടെ ഓർഡർ എന്ന് പറയുന്നത് P by K ആണ്. ഓക്കെ, വൈയുടെ ഓർഡർ എന്താണ്? 3 by K ആണ്. 3 by K ആണ്. ഓക്കെ, അടുത്ത് Wന്റെ ഓർഡർ എന്താണ്? N by 3 ആണ്. ഓക്കെ, വൈയുടെ ഓർഡർ 3 by K ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് പറയാൻ പറ്റും? നോക്കിക്കേ, ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് കറക്റ്റ് ആകണം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ എഴുതി നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് കറക്റ്റ് ആകണം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? K should be equal to 3 ആകണം. ഓക്കെ, K equal to 3 ആകണം. അടുത്ത് ഇവിടെ നോക്കിക്കേ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ലേ? യെസ്, പോസിബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്തൊക്കെ പറയാൻ പറ്റും? നോക്കിക്കേ, ഇവിടെ നമുക്ക് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് PYയുടെ ഓർഡർ എന്തായിരിക്കും? PYയുടെ ടോട്ടൽ ആയിട്ടുള്ള ഓർഡർ എന്തായിരിക്കും? PYയുടെ ടോട്ടൽ ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് P by K ആയിരിക്കും. ഓക്കെ, WYയുടെ ടോട്ടൽ ആയിട്ടുള്ള ഓർഡർ എന്തായിരിക്കും? N by K ആയിരിക്കും. അപ്പൊ ഇനി ആരൊക്കെ ഈക്വൽ ആകണം? P should be equal to N ആകണം. ഓക്കെ, കാരണം നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോസിന്റെ എണ്ണം സെയിം ആയിരിക്കണം, കോളത്തിന്റെ എണ്ണവും സെയിം ആയിരിക്കണം. സോ K should be equal to 3 and P should be equal to N ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് PY plus WY ഡിഫൈൻഡ് ആകണമെങ്കിൽ എന്തൊക്കെ വേണം? K should be equal to 3 ആകണം, അതുപോലെ P should be equal to N ആകണം. അപ്പൊ അത് ഏതൊക്കെയായത് വരുന്നേ? K should be equal to 3, P equals N. നോക്കിക്കേ, ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തെ K is arbitrary, P equals 2. നോ. ഓക്കെ, അടുത്ത് P equals 3 എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാരണം ഇവിടെ P equals 3യും K equals 2. K equals 2 എന്തായാലും 3 ആയാലും പറ്റത്തുള്ളൂ, അതും ഓക്കെ അല്ല. അടുത്ത് ഇവിടെ K equals 3 ആണ്, P ആർബിട്രറി ആണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, Nന് ഈക്വൽ ആകണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? സോ നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് ട്രൂ. K should be equal to 3, P should be equal to N. ഓക്കെ, ഇനി അടുത്ത സെയിം ക്വസ്റ്റ്യനിൽ തന്നെയാണ്, സെയിം സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് എഴുതി വെക്കാം. എന്താണ്? എക്സ്, വൈ, ഇസഡ്, ഡബ്ല്യു, പി. ഓക്കെ, അടുത്ത് വേറെ 2-3 ആൾക്കാരെ വെച്ചാണ് പറയുന്നത്. ഓക്കെ, ഇഫ് N ഈക്വൽസ് P, ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? N Pക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then the order of this matrix, അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എത്ര എന്നുള്ളതാണ് ചോദ്യം. 7 നമുക്ക് അതൊന്ന് എഴുതാം. 7x minus 5y 5z. ഓക്കെ, എക്സിന്റെ ഓർഡർ എന്താണ്? 2/n ആണ്. സോ ഇതിന്റെ ഓർഡറും 2/n ആയിരിക്കും. അടുത്ത് ഇസഡിന്റെ ഓർഡർ എന്താണ്? 2/p ആണ്. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? N equal to P
പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഓർഡർ എന്തായാലേ പറ്റത്തുള്ളൂ, 2 നമുക്കറിയാം സെയിം ഓർഡേഴ്സിലുള്ള ആൾക്കാർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതേ ഓർഡർ തന്നെ കിട്ടും. സോ ഓർഡർ ഓഫ് ഓർഡർ ആയിട്ട് തന്നെ എഴുതാം. അപ്പൊ ഇങ്ങനെ വരും ഓർഡർ ഓഫ്, ഇതിന്റെ ഓർഡർ എത്രയെന്നാണ് ചോദ്യം. അതിന്റെ ഓർഡർ എത്രയായിരിക്കും? ഫസ്റ്റത്തെ എത്ര റോസ് വേണം? 2 റോസ് വേണം. 2 by എത്ര കോളം വേണം? എന്നോ പിയോ. സോ 2 by n ഓർ നമുക്ക് എന്ത് പറയാം? 2 by p. കാരണം n equal to p ആണ്. അപ്പൊ ഏത് വന്നാലും കുഴപ്പമില്ല. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആണോ? അല്ല. രണ്ടാമത്തേതോ? യെസ്, രണ്ടാമത്തേതാണ് കറക്റ്റ്. മൂന്നാമത്തെ കറക്റ്റ് ആവില്ല, നാലാമത്തെ കറക്റ്റ് ആവില്ല. ആദ്യം 2 തന്നെ വരണം. ഓക്കെ.